തിരുവനന്തപുരം കോർപ്പറേഷനിലും തിരുവനന്തപുരം നഗരത്തിലും കോർപ്പറേഷൻ്റെ പരിധിയിലും തിരുവനന്തപുരം ജില്ലയിലും കുടിവെള്ളം മുട്ടുമോ? കഴിഞ്ഞ നിരവധി വർഷങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഓരോ വേനലിലും ഇതുപോലെ ഉഡായിപ്പ് മീറ്റിങ്ങുകൾ നടക്കും. ഇന്നലെയും ഒരു ഉഡായിപ്പ് മീറ്റിംഗ് നടന്നു. ഞാൻ മീറ്റിംഗ് ഉഡായിപ്പെന്ന് പറയാൻ കാരണം ഇതിനു മുമ്പ് പലവട്ടം ഇതേപോലത്തെ മീറ്റിംഗ് നടന്നിട്ടുണ്ട്. 2016 10 വർഷങ്ങൾക്ക് മുമ്പ് വലിയ വരൾച്ച വന്നപ്പോൾ ഇതിനേക്കാൾ വലിയ മീറ്റിംഗ് ആയിരുന്നു. മുഖ്യമന്ത്രി വിളിക്കുന്നു, അന്നത്തെ ജലവകുപ്പ് മന്ത്രി വിളിക്കുന്നു, മേത്തിട്ട് തോമസ് വിളിക്കുന്നു, കൃഷ്ണൻകുട്ടി വിളിക്കുന്നു, അരുവിക്കരയിൽ പോകുന്നു, നെയ്യാർ പോകുന്നു. എന്തൊരു ബഹളമാണ്, എന്തൊരു ബഹളമാണ്. കൃത്യമായൊരു പ്ലാൻ ഉണ്ടോ? ഈ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് കോർപ്പറേഷനും അതിന് ഉത്തരം പറയണം, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ഉത്തരം പറയണം. കോർപ്പറേഷൻ ഒരു ന്യായം ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. വി രാജേഷ്, പ്രിയപ്പെട്ട വി രാജേഷ്, അങ്ങ് പറഞ്ഞത് തെറ്റാണ്. അങ്ങയുടെ പല പദ്ധതികളെയും പ്രോജക്റ്റുകളെയും നമ്മൾ സഹായിക്കുന്നു, അത് കൊള്ളാമെന്ന് പറയുന്നു. പക്ഷേ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ അങ്ങ് പറഞ്ഞത് തെറ്റാണ്. ഭരണഘടനയുടെ 73, 74 ഭേദഗതി എടുത്ത് അങ്ങ് വായിക്കണം. പഞ്ചായത്ത് രാജ് ആക്ട് വായിക്കണം. പഞ്ചായത്ത് രാജിൻ്റെ ചട്ടം വായിക്കണം. വളരെ കൃത്യമായി നാട്ടിൽ മാലിന്യ സംസ്കരണവും കുടിവെള്ളവുമൊക്കെ ഉറപ്പാക്കുന്നതിന് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കുണ്ട്, നിർണായകമായ സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത ജലജീവ മിഷൻ എന്ന പദ്ധതിയിൽ പഞ്ചായത്തുകൾക്ക് ഇംപ്ലിമെൻറ്റിങ്ങിൻ്റെ സാധ്യത കൂടി കൊടുത്തിരിക്കുന്നത്. ഇത് താങ്കൾ വായിക്കണം. നരേന്ദ്രമോദി കൊടുത്തൊരു സാധ്യതയാണ്. ഗുണഭോക്തൃ സമിതികളിൽ നിന്ന് പണം പിരിക്കണം. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ കുടിവെള്ള മേഖലയിൽ പ്രവർത്തിക്കണം. തൃശ്ശൂർ കോർപ്പറേഷൻ കുടിവെള്ള വിതരണത്തിൽ കേരളത്തിൽ ഇടപെടുന്നുമുണ്ട്. ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും കുടിവെള്ള വിതരണത്തിൽ ഇടപെടുന്നു. അതുകൊണ്ട് രാജേഷ് ആ പറഞ്ഞത് ഒന്നുകൂടി പുനർവായിക്കണം. നിയമങ്ങളും ചട്ടങ്ങളും ഭരണഘടനാ ഭേദഗതിയൊക്കെ എടുത്തൊന്ന് വായിക്കണം. അതിൽ പറഞ്ഞിരിക്കുന്നത് കുടിവെള്ളം ഉറപ്പാക്കേണ്ടതിൻ്റെ, കൊടുക്കണമെന്നുള്ളത് പറയുന്നില്ല, പക്ഷേ കൊടുക്കണമെന്നുള്ളതിനപ്പുറം പറയുന്നില്ല എന്നല്ല, വിതരണം ചെയ്യണം എന്നുള്ളൊരു വാക്കിനപ്പുറം കുടിവെള്ളം ഉറപ്പാക്കാൻ വലിയ ബാധ്യത കോർപ്പറേഷനുണ്ട്. അതേസമയം വാട്ടർ അതോറിറ്റിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് രാജേഷ് പറഞ്ഞത് ഓക്കെ, പത്രസമ്മേളനത്തിൽ പറഞ്ഞാൽ ഓക്കെയാണ്. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയാണല്ലോ കൊടുത്തുകൊണ്ടിരിക്കണം, അപ്പോൾ ഞങ്ങളോട് വന്ന് ചോദിച്ചാൽ എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് കൊടുക്കാനും മോണിറ്റർ ചെയ്യാനും ബാധ്യതയുണ്ട്. ഇനി വരുന്ന വർഷങ്ങളിലെങ്കിലും സമഗ്രമായൊരു പ്ലാൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പുതിയ ഗവൺമെൻറ്റിൽ നിന്നെങ്കിലും നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം. തലസ്ഥാന നഗരത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് 14 ജില്ലകളിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊരു അവലോകന യോഗം ഇന്നലെ സംസ്ഥാന തലത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ വിളിച്ചു. അദ്ദേഹം തോറ്റുപോകുമെന്നാണ് കേൾക്കുന്നത്. വിളിച്ചു. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 26 ദിവസത്തേക്കുള്ള, അതായത് മെയ് മാസത്തേക്കുള്ള വെള്ളം മാത്രമേ അരുവിക്കരയിലുള്ളൂ. അപ്പോൾ ഇനി മഴ ശക്തമായി വന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അതിൻ്റെ മുൻകരുതൽ എന്നുള്ള നിലയിൽ നെയ്യാറിൽ ഡാമിൽ നിന്ന് ജലം എത്തിക്കാൻ നടപടി സ്വീകരിക്കുന്നതിന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നുവെന്നും റോഷി പറഞ്ഞു. 2016 ഈ നടപടി സ്വീകരിച്ചിരുന്നു. ഈ മാതൃക പിന്തുടർന്നായിരിക്കും പേപ്പാറ ഡാമിൽ നിന്ന് അരുവിക്കരയിലേക്ക് ജലം എത്തിക്കുന്ന നദിയിലേക്ക് നെയ്യാർ ഡാമിൽ നിന്ന് ജലം എത്തിക്കുന്നത്. ഇതിനായി 73 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതായും മന്ത്രി പറഞ്ഞു. അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നം തൽക്കാലമില്ല, എന്നാൽ ഭാവിയെ നിലനിർത്തി ചില നടപടികൾ സ്വീകരിക്കേണ്ട സാഹചര്യമാണ് മുന്നിലുള്ളതെന്നും മന്ത്രി പറഞ്ഞു. പേപ്പാറ ഡാമിലെ ജലനിരപ്പ് ഉയർത്തുകയാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. പക്ഷേ വനം വകുപ്പ് ഉയർത്തുന്ന തടസ്സവാദവും പരിഗണിക്കണം. അതുകൊണ്ട് തന്നെ പഠിച്ച് സാധ്യമായത് ചെയ്യണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശം കഴിഞ്ഞ 10 വർഷമായി ഇവിടെ കിടന്ന് അടിക്കുകയാണ്. ഒരു കാര്യമില്ല. പേപ്പാറ ഡാമിൻ്റെ ഹൈറ്റ് കൂട്ടണം, നെയ്യാർ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ 70 MLD വെള്ളം മുട്ടത്തറ സീവേജ് പ്ലാന്റിൽ ശുദ്ധീകരിച്ച് വെറുതെ ഒഴുക്കി കളയുന്നുണ്ട്. കോർപ്പറേഷൻ അടിയന്തരമായിട്ട് അതിനകത്ത് ഇടപെടണം. മുട്ടത്തറ പ്ലാന്റിൽ കുടിവെള്ളത്തിന് കൊടുക്കണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ കുടിവെള്ളം ഒഴിച്ച് ഒരുപാട് ആവശ്യങ്ങൾക്ക് തിരുവനന്തപുരത്ത് വെള്ളം ആവശ്യമുണ്ട്. ആ വെള്ളത്തിന് ഈ 70 MLD വെള്ളം എടുക്കേണ്ടതാണ്. അതെടുത്ത് പ്രയോജനപ്പെടുത്തണം. 70 MLD വെള്ളം നഗരത്തിൻ്റെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് മുട്ടത്തറയിൽ വെറുതെ ഒഴുക്കി കളഞ്ഞിട്ടാണ് നമ്മൾ പേപ്പാറയിലേക്ക് പോകുന്നത്. പേപ്പാറയിൽ പോകണ്ടെന്നോ കുടിവെള്ളം എടുക്കണ്ടെന്നോ ഒന്നും അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഈ 70 MLD വെള്ളത്തെ നിങ്ങൾ കാണുന്നുണ്ടോ എന്നാൽ വളരെ പ്രധാനമാണ്. ടെക്നോ പാർക്ക് കഴക്കൂട്ടം ഭാഗത്ത്
പൈപ്പിംഗ് വർക്കുകൾ നടക്കുന്നതിനാൽ റോഡ് കട്ടിംഗ് മെഷീൻ വൈകുന്നത് കൊണ്ട് പണി തടസ്സപ്പെട്ട അവസ്ഥയിലാണെന്ന്, അതുപോലെ DLP കാരണമാണ് വൈകുന്നതെന്നും ഇതിന് പരിഹാരം കാണാൻ നിർദ്ദേശിച്ചതായി മന്ത്രി പറഞ്ഞു. വഴക്കുട്ട ഭാഗത്ത് ടെക്നോ പാർക്ക് ഭാഗത്ത് അതിരൂക്ഷമായ പ്രശ്നമാണ്. രൂക്ഷമായ വരൾച്ചയുടെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട് പരമാവധി ലഘൂകരിക്കാൻ വാട്ടർ അതോറിറ്റി ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കുടിവെള്ളക്ഷാമം കുറയ്ക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ആണ് യോഗത്തിൽ ചർച്ച ചെയ്തത്. പക്ഷേ നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് ചാർജിച്ച് കം ടു ടീ കമ്മിറ്റി, മീറ്റ് ടു ഈറ്റ് മീറ്റിംഗ് എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റിൽ അണ്ടിപ്പരിപ്പും കഴിച്ച് ചായയും കഴിച്ച് പിരിയുന്നതല്ലാതെ ഒരു സമഗ്രമായ മാസ്റ്റർ പ്ലാൻ തിരുവനന്തപുരം നഗരത്തിനും സമീപ പ്രദേശങ്ങൾക്കും വേണ്ടി ആരുടെ കാലത്തുണ്ടാകും? രാജാവിൻ്റെ കാലത്തിട്ട വെല്ലിംഗ്ടൺ പൈപ്പിൽ നിന്ന് വ്യത്യസ്തമായി മാറി കൃത്യമായ പൈപ്പുകളുടെ റീപ്ലേസ്മെൻറ്റും വേണമെങ്കിൽ MLD വെള്ളം എടുത്തുകൊണ്ടുള്ള ആ വെള്ളം എടുത്തുകൊണ്ട്, അതായത് മുട്ടത്രയിലെ വെള്ളം എടുത്തുകൊണ്ട് മറ്റാവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള കുടിവെള്ളത്തിൻ്റെ സമ്മർദ്ദം കുറയ്ക്കുന്നുള്ള, അങ്ങനെ എല്ലാവർക്കും കുടിവെള്ളം 24 hours കൊടുത്തുകൊണ്ടുള്ള വലിയൊരു സമീപനം സ്വീകരിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ എന്നുണ്ടാകും. അതിൻ്റെ ഭാഗമായി പേപ്പാറയിലെ ഡാമിൻ്റെ ഉയർത്തുന്നതോ നെയ്യാറിൽ നിന്ന് സ്ഥിരമായി വെള്ളം കൊണ്ടുവരുന്നതോ എന്ത് കാര്യവും പരിഗണിക്കാം. പക്ഷേ ഈ പരിഗണിക്കുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോലും കുടിവെള്ളത്തെ മുട്ടിച്ച ഒരു ഭരണ സംവിധാനം, അത് ആരായാലും, അത് കോർപ്പറേഷനായാലും ഇനി വാട്ടർ അതോറിറ്റി ആയാലും അത് സർക്കാരായാലും അതൊന്നും പുറക്കാവുന്നതല്ല. ആധുനിക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ യുഗത്തിൽ തെമ്മാടിത്തരങ്ങളാണ് നടക്കുന്നത്. അത് ശരിയല്ല. അതുകൊണ്ട് മേയർ കുറച്ചുകൂടി ഗ്രഹപാഠം ചെയ്യണം. നിങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നതിൽ ഒരു അമിതാവേശമുണ്ട്. ഇതിനകത്ത് അത് വേണ്ട. കുടിവെള്ളം കൊടുക്കുക നിങ്ങളുടെ പ്രാഥമിക ഉത്തരവാദിത്വം കൂടിയാണ്.